തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തമിഴക വെട്രി കഴകത്തിന്റെ സ്ഥാനാർത്ഥികൾ ഇന്ന് പ്രഖ്യാപിക്കും. മനസ്സിലായില്ലേ? വിജയുടെ പാർട്ടി ഇന്ന് രാവിലെ 11 മണിക്ക് ചെന്നൈയിൽ പാർട്ടി അധ്യക്ഷൻ വിജയാണ് പട്ടിക പുറത്തിറക്കുക. വിജയ് ചെന്നൈയിലെ പെരമ്പൂരിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് മനീഷ്. വിജയുടെ വിശേഷങ്ങൾ. ഗുഡ് മോർണിംഗ്. 234 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ ദിവസം 27-ാം തീയതി പറഞ്ഞിരുന്നതാണ്. പിന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ കാരണം മാറ്റിയതാണ്. ഇതിപ്പോൾ ഉള്ളത് ചെന്നൈയിലെ താജ് ഹോട്ടലിന് മുമ്പിലാണ്. ഈ ഹോട്ടലിനകത്താണ് രാവിലെ 11 മണിയോടുകൂടി ഒരു പ്രഖ്യാപനം നടക്കുക. 234 തമിഴ്നാട്ടിൽ 234 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ മാത്രമല്ല, പുതുച്ചേരിയിൽ നിലവിൽ മത്സരിക്കുന്ന 30 സ്ഥാനാർത്ഥികൾ അവരെ പരിചയപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ 264 ആളുകളെയാണ് ഇപ്പോൾ പരിചയപ്പെടുന്നത്. ഈ പറഞ്ഞ ആളുകളെല്ലാം തന്നെ ഇപ്പോൾ അകത്തേക്ക് കയറിപ്പോകുന്ന ആളുകളെല്ലാം തന്നെ കാൻഡിഡേറ്റുകളാണ്. അതായത് കാൻഡിഡേറ്റുകൾക്ക് മാത്രമാണ് നിലവിൽ അകത്ത് പ്രവേശനമുള്ളത്. ബാക്കി പ്രവർത്തകർക്കോ അല്ലെങ്കിൽ മറ്റ് നേതാക്കൾക്കോ, മുതിർന്ന നേതാക്കൾക്ക് മാത്രവുമാണ്. അതിനുശേഷം ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആണ് കാര്യങ്ങൾ. മാധ്യമപ്രവർത്തകർക്ക് പോലും അകത്തേക്ക് പ്രവേശനമില്ല. കാരണം വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ നേരത്തെയൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. കാരണം പെരമ്പൂരിൽ ഇപ്പോൾ പ്രചാരണത്തിന് ഇറങ്ങാൻ പോലും പറ്റാത്തൊരു നിലയിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഉണ്ട്. നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ പോലീസിൻ്റെയും അതുപോലെ തന്നെ ഇവരുടെ പാർട്ടി പ്രവർത്തകരുടെയും ഒക്കെ വലിയ ഒരു വലിയ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് എന്തായാലും ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ പ്രചാരണത്തിന് അനുമതി നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. അതായത് ചില ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ DMK-ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്, അതിനെതിരെ നടപടി ഉണ്ടാവണം, ഈ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ പ്രചാരണത്തിനൊക്കെ വലിയ തോതിലുള്ള റെസ്ട്രിക്ഷൻ എന്തായാലും ഉണ്ട്, അല്ലെങ്കിൽ അനുമതി നൽകാത്ത ഒരു വിഷയമുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ പ്രചാരണത്തിന് ഇറങ്ങുക എന്നതാണ് വിജയും തമിഴക വെട്രി കഴകവും ലക്ഷ്യമിടുന്നത്. മുന്നണിയായി മത്സരിക്കും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ വിജയ് പിന്നീട് തനിച്ച് മത്സരിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയുമായിരുന്നു. എന്തായാലും അല്പസമയത്തിന് ശേഷം 11 മണിയോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നതിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ പ്രചാരണത്തിന് ഇറങ്ങുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ചെന്നൈയിലെ പെരമ്പൂരിൽ വിജയ് മത്സരിക്കും എന്നുള്ളൊരു സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ബാക്കിയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്കൊക്കെ എത്തുന്ന ഒരു നിലയും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SK. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.